മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോയി. എല്ലാരും കൂടെ മാവേലി. ഒന്നൂടെ റെഡി 1 2 3 4. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഈ പാട്ടില്ലാതെ ഒരു ഓണക്കാലമില്ലല്ലോ നമുക്ക്. ഇല്ല, ഇത് നമ്മൾ തകർക്കും. പിന്നെ ഇതൊരു വേറെ രീതി പാടാൻ പറ്റുമോ ഇത് പ്രജിന്? ഒരു മോഡേൺ സ്റ്റൈലില് ഒരു കവർ വെർഷൻ കുറച്ച് സമയം തന്നാ ഞാൻ പാടാം. ഓക്കെ ഓക്കെ. അപ്പോൾ ദാറ്റ് വാസ് ഫ്രം പ്രജിൻ ആൻഡ് പ്രവിത. നമുക്കറിയാം ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രജിൻ നിങ്ങൾക്കറിയാം. ഗോപി, നമുക്കിനി നമ്മുടെ കൃഷ്ണയുടെ കാര്യങ്ങൾ അറിഞ്ഞില്ലല്ലോ. കൃഷ്ണ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു ഈ ഓണക്കാലത്ത്? നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ജീവിതം അടിപൊളിയാണ്, നന്നായിട്ട് പോകുന്നു. പക്ഷെ നമ്മുടെ 24-ന്റെ കൊച്ചി ബ്യൂറോ കണ്ടപ്പോഴേ മേലെപ്പറമ്പിൽ ആൺവീട് പോലിരിക്കുന്നു, ഒരു പെൺതരി പോലും ഇല്ല അല്ലേ? അതെ, കൊച്ചി ബ്യൂറോയോ? മൊത്തം ആൺതരികൾ മേലെപ്പറമ്പിൽ ആൺവീട്. ക്രിസ്റ്റീനെ നമുക്ക് കൊച്ചി ബ്യൂറോയിലേക്ക് വേണമെങ്കിൽ വിടാം. വൈ നോട്ട്? അപ്പോ നമുക്കേ ഈ നമ്മള് ഈ ഓണക്കാലത്ത് മഹാബലി ആരാകും എന്ന് പ്രേക്ഷകർ ഇന്നലെ സംശയം ചോദിച്ചിരുന്നു. അപ്പൊ കോഴിക്കോട് നിന്ന് ഒരു മഹാബലിയെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ദീപക് തർമ്മടം. അപ്പോ ദീപക് കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോ നമ്മുടെ കോഴിക്കോട് ബ്യൂറോയിൽ എല്ലാവരും ഉണ്ടല്ലോ. എനിക്ക് കുഴപ്പം അല്ല. എനിക്ക് വന്നേ ദീപകിന് പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് ആ വയറ് വെച്ചാന്ന് തോന്നുന്നു. വയറ്. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അല്ല, അത് കുറയ്ക്കരുത് ദീപക്. ദീപകിന്റെ ഒരു ഐഡന്റിറ്റി, ആ മുട്ട പോലെ വയറും ഏറ്റവും പ്രധാനമാണ്. ഈ ഓണക്കാലത്ത് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ പ്രേക്ഷകർ കൊടുക്കരുത്. ആ വയറൊന്നും അങ്ങനെ കുറയാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോ തടി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്ടെ തളിയിലാണ് ഓണം. നമുക്ക് സാധാരണ ഗുരുവായൂരിലെ ഓണം എന്നൊക്കെ പറയുന്ന പോലെ മലബാറുകാർക്ക്, കോഴിക്കോട്ടുകാർക്ക് തളിയിൽ ഓണം, ഇതാ ഓണപ്പൂക്കളം കാണാം. നമ്മളെ ഷഹദ് റഹ്മാൻ എത്തിയിട്ടുണ്ട്. വലിയ ബ്ലോക്കിലായിരുന്നു. ഷഹദ്, ഹാപ്പി ഓണം. എന്താ പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് എന്താണെന്നറിയോ, ഞാൻ കുറച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോഴിക്കോടേക്ക് വന്ന ആദ്യത്തെ ഓണമാണ്. ഷഹദ് കോഴിക്കോട് എത്തിയ സന്തോഷത്തിലാണ്. ഇത് നമ്മുടെ ഇടുക്കിയുടെ മണിമുത്ത് രാഹുൽ സുരേഷ് ഇവിടെ ഉണ്ട്. എസ് കെ എൻ വലിയ കുഴപ്പമില്ലാത്ത ഓണമാണ്. നമ്മൾ ഉച്ചവരെ കളത്തിലുണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇടുക്കിയിലേക്ക് ട്രെയിൻ. ഇതാ ഇപ്പൊ തന്നെ അവധി ചോദിച്ചിരിക്കുകയാണ് എസ് കെ എൻ. ഇതാ ഉച്ചയ്ക്ക് ശേഷം ജനശതാബ്ദിക്ക് ഇടുക്കിയിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഇതാ നമ്മുടെ പ്രജ്വൽ സുരേഷ്. അല്ല, നമുക്ക് രാജേഷ് ഒന്ന് കാണിക്കട്ടെ. രാജേഷ് വെള്ളരിക്കുണ്ട്, നമ്മുടെ ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിന് ഇതാ നമ്മളൊന്ന് കാണിക്കേണ്ടതുണ്ട്. രാജേഷ് രാജേഷാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത്. ഇനി പ്രജ്വൽ സുരേഷ്, നമ്മുടെ ക്യാമറാമാൻ, മീഡിയ അക്കാദമിയിലെ പഴയ മിടുക്കനായ കുട്ടിയാണ്. അടിപൊളി ഓണാണ് ഇത്. 24-ലെ രണ്ടാമത്തെ ഓണാണ്. അടിപൊളിയായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട് ഓണം? ഗംഭീര ഓണാണ് 24. നമ്മുടെ ഹരി നമ്മുടെ ഫാമിലിയിലെ പുതിയ മെമ്പറാണ്. ഹരിയിലേക്ക് പോവാണ്. ഹരി, കളർഫുൾ ഓണാണ്. എൻ്റെ 24-ലെ ഫസ്റ്റിലെ ഓണാണ്. പക്ഷെ കളറാണ് ഓണം. എസ് കെ, നമ്മുടെ പ്രേക്ഷകരും ഇവിടെ വളരെ സജീവമായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇപ്രാവശ്യം ഓണം? ഗംഭീരം. അവിടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ അതെയോ? അല്ല, ഒരു ഇത് മാത്രമേ ഉള്ളൂ, വയനാട് പ്രശ്നം മാത്രം. അതൊക്കെ നമ്മൾ അതിജീവിച്ചു. എസ് കെ എൻ, അപ്പം മലബാറിന്റെ 24 ടീമിന്റെ ഹാപ്പി ഓണം ഇവിടുത്തെ പ്രേക്ഷകരും നമ്മളോട് ഇവിടെ ആശിയുണ്ട്. ആശി ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിരിക്കുക പാൻറ് ഇട്ടതുകൊണ്ട്. ആശി നമ്മുടെ സാരഥിയാണ്. ആശി, എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം എസ് കെ എൻ, മലബാർ ടീമിന്റെ ഓണാശംസകൾ. ദീപക് തർമ്മടമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ. അദ്ദേഹത്തിനെ മഹാബലിയുടെ വേഷത്തിലാണ് പ്രതീക്ഷ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ പറഞ്ഞാൽ പുള്ളി അതൊക്കെ ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പൊ പ്രദീപ, ഈ ഓണക്കാലത്ത് പ്രേക്ഷകരെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രധാന വാർത്തകളിൽ നിന്ന് മോചനമുണ്ടോ പ്രദീപിനെന്നാണ് അല്ലേ? എങ്ങനെയാ ഓണത്തിന്റെ ഒരു അനുഭവം പ്രദീപിന്? പ്രധാന വാർത്തകളല്ലാതെ പറഞ്ഞാൽ പ്രധാന വാർത്തകളല്ലാതെ പറയുമ്പോൾ എസ് കെ എൻ, ഓണം മലയാളികളുടെ ദേശീയോത്സവമാണല്ലോ ടാഗ് ലൈൻ. ഇത് മറ്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ദേശീയോത്സവമുണ്ട്, പക്ഷെ അതുപോലെ അല്ലല്ലോ ഓണം.
എത്ര വെറൈറ്റിയാണ് ഇപ്പൊ നമ്മുടെ പുറകിൽ തന്നെ നിൽക്കുന്ന കലാരൂപങ്ങൾ. അതെ ഇപ്പോ അല്ലെ ഓണസദ്യ നിങ്ങളുടെ നാട്ടുകാരാ ഇത് കൂടുതൽ തൃശ്ശൂർക്കാരാ ഇവിടെ അവതാരകരിൽ ഭൂരിപക്ഷം പേരും തൃശ്ശൂർക്കാരാ. അതാണറിയോ? ഞാനൊക്കെ തൃശ്ശൂരാണ്. തൃശ്ശൂരാ ഞങ്ങള് 3 കോട്ടയംകാരല്ലേ കേട്ടോ. ഇവിടെ ഞങ്ങള് 3 കോട്ടയംകാര്. 4 തൃശ്ശൂര്, 3 കോട്ടയം, 2 തിരുവനന്തപുരം, ഒരു ആലപ്പുഴ, അങ്ങനെ ശരി. ഒരു ആലപ്പുഴ, ഒരു പത്തനംതിട്ട. 2 പത്തനംതിട്ട. ആ. പത്തനംതിട്ട മലഞ്ചൂരയിൽ മടയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ ഷോയുടെ പ്രൊഡ്യൂസർ ഉണ്ണികൃഷ്ണൻ തൃശ്ശൂര്. തൃശ്ശൂര്. ഓക്കെ എല്ലാവരും അപ്പൊ ഫ്ലവേഴ്സിലെ 45 തൃശ്ശൂക്കാരുണ്ട്. പ്രാദേശികവാദം വേണ്ട. പ്രാദേശികവാദം ഉയർത്തുന്നത് ഇല്ല, ഞാൻ തിരുവനന്തപുരത്തുകാരനാ. ഞാൻ പോരെ. തൃശ്ശൂർ സ്റ്റൈലിൽ ഒന്ന് ചോദിച്ചോട്ടെ ബിബി, എന്തുണ്ട്? അല്ല എന്തൊരു തേങ്ങ നിങ്ങൾ പറയുന്നത് ആ മുട്ടാ പൊട്ടി മേലോട്ട് പോയി എന്തൊരു ഷോ. അല്ലേ? വാട്ട് ആർ യു What ടോക്കിംഗ്? coconut are you talking? What coconut are you talking, Mr. PP James International? Okay, സ്പീക്ക് ഇൻ മലയാളം സർ. No, no. okay, ready. അപ്പോ നമ്മുടെ ഈ കൂരാണം ചേച്ചിയുടെ ഒരു അനുഭവം ചോദിക്കാം. ഈ ഓണം ഒരു കൂരാണം തുടങ്ങിയിട്ട് ഒരു ഓണം പിന്നിട്ടല്ലോ, അത് തന്നെ അത്ഭുതമാണ്. പോക്കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മിക്കവാറും ഓരോ ഓണം തികയ്ക്കത്തില്ല. എന്നെ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാക്കിയല്ല, സമാധാനമായല്ല. നല്ലതല്ലേ അകത്തിരിക്കാമല്ലോ 24 മണിക്കൂർ. കാര്യം പുറത്തിറങ്ങിയാലേ ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ എങ്ങനെ ആളുകളൊക്കെ കാണുമ്പോ എങ്ങനെ ഒരു അനുഭവം? ഇടത് കൊണ്ട് അടിച്ചു പറ്റിക്കുന്നുണ്ടോ? ഞാൻ ഒരു കൈ അകലത്തിലാണ് ആരെങ്കിലും വർത്തമാനം പറയാൻ. കല്യാണത്തിനൊന്നും പോകരുത് കേട്ടോ. അല്ല മുട്ടുസു ചോദിച്ച് കുത്തികളെ ആൾക്കാർ. പക്ഷേ ഈ താങ്കളുടെ രൂപമാണ് താങ്കളെ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ എന്നെ പോലെ തടിയൊക്കെ ഉള്ള ഒരാൾ, അല്ലെ ഗോപികൃഷ്ണന്റെ ഒരാളായിരുന്നല്ലോ, ആൾക്കാർ ഒന്ന് അടിച്ചിട്ട് പോയത് കേട്ടോ. ഈ കൊച്ചായിരുന്നു കൂരാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ. നമ്മുടെ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കോഴിക്കോട് പേരാമ്പ്രയിൽ കാട്ടാൻ ഇറങ്ങി പോകുന്നല്ലോ. പിന്നെ അവിടെ ഇങ്ങനെ കാട്ടാനറയിൽ കാട്ടാനിറങ്ങി വലിയ ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ? അപ്പൊ എനിക്കൊന്ന് നമ്മൾ അവതാര പുലിയിൽ ഇറങ്ങുന്ന കൂടാതെ ഇതും കൂടെ സംഭവിച്ചു എന്നുള്ളതാണല്ലേ. അപ്പോൾ പ്രജിൻ, എനിക്കൊന്ന് ഈ കുറെ കാലമായി വാർത്താവതരണം തുടങ്ങിയിട്ട്, പക്ഷേ ഈ രാത്രിയിലത്തെ ഈ പ്രോഗ്രാം തുടങ്ങിയതിനു ശേഷം ഒരു ആസ്ഥാന ഗായകൻ എന്നുള്ള നിലയിൽ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട് പ്രജിനെ. പ്രജിന്റെ പാട്ട് പ്രജിൻ ഇപ്പൊ വാർത്ത വായിക്കാൻ വരുമ്പോൾ ഇപ്പൊ പാടുമായിരിക്കും എന്ന ആളുകൾ ആലോചിച്ചു പോവാ. അങ്ങനെയുണ്ടായ എക്സ്പീരിയൻസ് അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്, പാട്ട് ഇന്ന പാട്ടുകൾ പാടാമോ എന്നൊക്കെ പേഴ്സണലി മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ പോകുന്നു. ഈ വെച്ചാലേ അതായത് ഒരു ചലച്ചിത്ര സംഗീത സംവിധായകനെ ഈ ഇടയ്ക്ക് കണ്ടുമുട്ടിയപ്പോഴേ അത് എന്നെ അക്ഷരാർത്ഥത്തിൽ നിന്ന് ഞെട്ടിച്ചു. പ്രജിൻ നന്നായി പാടുന്നുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞു കളഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അതിന്റെ മുഖത്തൊന്ന് നോക്കി കളിയാക്കുവാണോ എന്നുള്ളത്. അതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല. ഇല്ല, നന്നായി പഠിക്കാത്തോണ്ടാ ഇങ്ങനെ പാടാൻ പറ്റും. അല്ല, മാധ്യമ പ്രവർത്തനം പോയാലേ സിനിമ കൊണ്ട് രക്ഷപ്പെടും. അല്ല, പാട്ടുപാടി തെരുവിലിറങ്ങിയാലും ജീവിക്കാമല്ലോ. ഇങ്ങനെ പറയുമ്പോ എന്നെ ഇവിടുന്ന് പറഞ്ഞോടാ. ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, ഈ ചാനലിൽ നിന്ന് അവസാനം ഇറങ്ങുന്ന ആളായിരിക്കും പ്രജിൻ. കാര്യം പാട്ടുപാടാൻ ആൾ വേണ്ടേ എല്ലാരോടും അങ്ങനെ അല്ല, അതെന്തറിയോ, വിജയം പോയി കഴിയുമ്പോൾ വിജയിന് മംഗളം പാടാൻ ഒരാൾ ബാക്കി. അതുകൊണ്ട് ഞാൻ ഒരാളെ ആലോചിച്ച ഇവ നമുക്ക് യഥാർത്ഥത്തിൽ അമേരിക്കൻ മലയാളികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് പ്രിയപ്പെട്ട നമ്മുടെ മലയാളി പ്രേക്ഷകർ നമുക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. സമുചിതമായി നിങ്ങൾ എല്ലാവരും പ്രവാസികൾ ഓണം ആഘോഷിക്കുക, അടിച്ച് പൊളിക്കുക, തകർക്കുക.